നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ നമ. ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസ ആദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ദിവ്യപൂജ്യ ശ്രീ ശ്രീമദ് എ.സി. ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദർ അദ്ദേഹത്തിൻ്റെ ശ്രീകൃഷ്ണ പരമദിവ്യോത്തമ പുരുഷൻ എന്ന ഗ്രന്ഥത്തിൽ നിന്നും 19-ാമത്തെ അധ്യായം ധാവാഗ്നി പാനം. ഒരു ദിവസം കൃഷ്ണനും ബലരാമനും ചങ്ങാതിമാരും പശുക്കളും കാട്ടിലേക്ക് പോയി. പശുക്കളാകട്ടെ തോന്നിയതുപോലെ അലഞ്ഞു തിരിഞ്ഞു നടന്നു. ഇളം പുല്ലുകൾ കണ്ട് അവർ ആകൃഷ്ടരായി വനഗർഭത്തിലേക്ക് കടന്നു. ഇവിടെ ധാരാളം പുല്ലുകൾ ഉണ്ടായിരുന്നു. അതാണ് അവയെ ആകർഷിച്ചത്. എന്നാൽ അവിടെ എത്തിയപ്പോൾ മാത്രമേ ആ വനത്തിൽ കാട്ടുതീ പടരുന്നതായി അവർക്ക് മനസ്സിലായുള്ളൂ. അവ ഉറക്കെ വിളിക്കുവാൻ തുടങ്ങി. മറുഭാഗത്ത് കൃഷ്ണനും ബലരാമനും മറ്റു പശുക്കളെ കാണാതെ വിഷമിക്കുകയായിരുന്നു. കാൽപ്പാടുകളും കടിച്ചിരുന്ന പുല്ലുകളും നോക്കി അവർ പശുക്കളെ അന്വേഷിച്ചു പുറപ്പെട്ടു. തങ്ങളുടെ ഉപജീവന മാർഗമായ പശുക്കൾ നഷ്ടപ്പെട്ടിരിക്കുന്നതായി അവർക്ക് തോന്നി. അപ്പോഴാണ് അവർ പശുക്കളുടെ കരച്ചിൽ കേട്ടത്. ഉടൻ കൃഷ്ണൻ ആ പശുക്കളെ ഉച്ചത്തിൽ പേര് ചൊല്ലി വിളിച്ചു. അപ്പോൾ അത്യന്തം സന്തോഷത്തോടെ പശുക്കൾ വിളികേട്ടു. എന്നാൽ ഇതിനകം കാട്ടുതീ അവരെ വളഞ്ഞു കഴിഞ്ഞിരുന്നു. ആകെ കൂടി ഭയാനകമായ ഒരവസ്ഥ. സഹായത്തിന് ശക്തിയായ കാറ്റും കൂടി എത്തിയപ്പോൾ അഗ്നിജ്വാലകൾ പടർന്നു പിടിച്ചു. ചരാചരങ്ങളെ മുഴുവൻ അത് വിഴുങ്ങുന്ന മട്ടായി. പശുക്കളും ഗോപകുമാരന്മാരും പേടിച്ചു വിറച്ചു. അവരാകട്ടെ ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു: പ്രിയപ്പെട്ട കൃഷ്ണ, പ്രിയപ്പെട്ട ബലരാമ, തീജ്വാലയേറ്റ് ഞങ്ങൾക്ക് പൊള്ളുന്നു. ഞങ്ങൾ നിങ്ങളുടെ പാതാരവിന്ദങ്ങളിൽ അഭയം തേടുകയാണ്. ഈ ആപത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയും. ഞങ്ങൾ നിങ്ങളുടെ ഉറ്റ ചങ്ങാതിമാരല്ലേ. നിങ്ങൾ മാത്രമാണ് ഞങ്ങൾക്ക് ആശ്രയം. ധർമ്മമാർഗങ്ങൾ അറിയാവുന്നവരല്ലേ നിങ്ങൾ. നിങ്ങളെയല്ലാതെ മറ്റാരെയും ഞങ്ങൾക്കറിയുകയില്ല. ചങ്ങാതിമാരുടെ പ്രാർത്ഥനാരൂപത്തിലുള്ള സ്വരം കേട്ട് ഭഗവാൻ ഹൃദ്യമായ ഒരു നോട്ടത്തോടുകൂടി മറുപടി പറയാൻ തുടങ്ങി. കണ്ണുകളിലൂടെ സംസാരിച്ചുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന് ഭഗവാൻ അവരെ ബോധ്യപ്പെടുത്തി. തുടർന്ന് പരമ്പൊരുളായ യോഗേശ്വരനായ ഭഗവാൻ കൃഷ്ണൻ നിമിഷ നേരം കൊണ്ട് അഗ്നിജ്വാലകൾ മുഴുവൻ വിഴുങ്ങിക്കളഞ്ഞു. ഇങ്ങനെ പശുക്കളെയും ഗോപപാലന്മാരെയും എല്ലാം ഭഗവാൻ രക്ഷിച്ചു. ഭയം മൂലം കുട്ടികൾ മിക്കവരും അബോധാവസ്ഥയിലായിരുന്നു. വീണ്ടും ബോധം വന്നപ്പോൾ അവർ കണ്ണു തുറന്നു. തങ്ങൾ അപ്പോഴും ബലരാമനും കൃഷ്ണനുമൊത്ത് വനത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നവർക്ക് ബോധ്യമായി. ജ്വലിക്കുന്ന അഗ്നിയിൽ നിന്നും തങ്ങൾ തികച്ചും മുക്തരാണെന്നും പശുക്കൾക്കും ആപത്തൊന്നുമില്ല എന്ന് മനസ്സിലായപ്പോൾ അവർക്ക് അത്ഭുതം തോന്നി. കൃഷ്ണൻ ഒരു സാധാരണ ബാലനല്ലെന്നും ഏതോ ദേവനാണെന്നും അവർ മനസ്സിൽ കരുതി. സായാഹ്നമായപ്പോൾ കൂട്ടുകാരും ഗോകുലുമൊത്ത് കൃഷ്ണനും ബലരാമനും കുഴൽവിളിയുമായി വൃന്ദാവനത്തിൽ വന്നു. അവർ ഗ്രാമത്തിലെത്തിയതോടെ ഗോപികമാർക്ക് സന്തോഷമായി. കൃഷ്ണൻ വനത്തിലായിരുന്നപ്പോൾ പകൽ മുഴുവൻ ഗോപികമാർ കൃഷ്ണനെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. കൃഷ്ണൻ്റെ അഭാവത്തിൽ ഓരോ നിമിഷവും 12 വർഷം പോലെയാണ് അവർക്ക് അനുഭവപ്പെട്ടത്. കാരണം അവർ ഭഗവാന്റെ ഉത്തമ ഭക്തരായിരുന്നു. ശ്രീല പ്രഭുപാജിയുടെ ഭഗവത്ഗീതയിൽ 8-ാം അധ്യായത്തിൽ 14-ാം ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു: അല്ലയോ പാർത്ഥ, നിരന്തരമായ ഭക്തിയുത സേവനം മൂലം സ്ഥിരചിത്തതയോടെ എന്നെ എപ്പോഴും സ്മരിക്കുന്ന ഒരു ഭക്തന് ഞാൻ സുപ്രാപ്യനാണെന്ന്. യഥാർത്ഥ ഭക്തിയോഗത്തിൽ ഭക്തന് കൃഷ്ണനിൽ മാത്രമേ താല്പര്യമുണ്ടാവുകയുള്ളൂ. സ്വർലോകവാസമോ ബ്രഹ്മജ്യോതിഷുമായിട്ടുള്ള ഏകീഭാവമോ ഭൗതിക ബന്ധങ്ങളിൽ നിന്ന് വിമുക്തിയോ ഒരു ശുദ്ധഭക്തൻ ആഗ്രഹിക്കില്ല. ചൈതന്യ ചരിതാമൃതത്തിൽ ശുദ്ധഭക്തനെ നിഷ്കാമൻ എന്ന് വിശേഷിപ്പിക്കുന്നു. സ്വാർത്ഥഭിലാഷ ഇല്ലാത്തവൻ. ഒരു ശുദ്ധഭക്തൻ കൃഷ്ണനെ ഏതെങ്കിലും വ്യക്തിരൂപങ്ങളിൽ എപ്പോഴും ആരാധിച്ചു പോരുന്നു. കൃഷ്ണന് പലവിധം പൂർണ്ണ വിസ്തരണങ്ങളും അവതാരങ്ങളുമുണ്ട്. ശ്രീരാമൻ, നരസിംഹം അവയിൽ പെടുന്നു. ഒരു ഭക്തന് പ്രേമഭക്തി സേവനത്തിലൂടെ മനസ്സിലുറപ്പിക്കാൻ ഭഗവാന്റെ ഏത് ദിവ്യരൂപത്തെയും തിരഞ്ഞെടുക്കാമെന്ന് പറയുന്നു. ഭഗവാൻ ഏവരിലും ദയാലുവാണ്.
എന്നാൽ മുമ്പ് പറഞ്ഞതുപോലെ ഏകാഗ്രതയോടെ സേവിച്ചു പോരുന്നവരിൽ അദ്ദേഹം വിശേഷിച്ചും കനിവ് കാട്ടുന്നു. അവരെ പല വിധത്തിൽ ഭഗവാൻ സഹായിക്കുകയും ചെയ്യുന്നു. കാലദേശഭേദം കൂടാതെ വ്യതിചലിക്കാതെയും എല്ലായ്പ്പോഴും കൃഷ്ണനെ മാത്രം ചിന്തിക്കുന്നതാണ് ഒരു ശുദ്ധഭക്തൻ്റെ സവിശേഷ ഗുണം. ഇതിന് യാതൊരു വിഘ്നവും ഉണ്ടാവുകയില്ല. എവിടെ വെച്ചും ഏത് സമയത്തും ഭഗവാനെ നമുക്ക് സേവിക്കാം. ഭക്തർ വൃന്ദാവനത്തിലോ ഭഗവത് സമ്പർക്കമുണ്ടായിട്ടുള്ള മറ്റു സ്ഥലങ്ങളിൽ താമസിക്കണമെന്ന് പറയാറുണ്ട്. എന്നാൽ ഒരു പരിശുദ്ധ ഭക്തന് എവിടെ താമസിച്ചാലും ഭക്തിപൂർവമായ സേവനം കൊണ്ട് ആ സ്ഥലത്ത് വൃന്ദാവനത്തിലെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ സാധിക്കും. അദ്വൈതാചാര്യർ ശ്രീ ചൈതന്യ മഹാപ്രഭുവിനോട്, അതായത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനോട് പറയുന്നുണ്ട്, ഭഗവാനെ അങ്ങ് ഇവിടെയാണോ? അതാണ് വൃന്ദാവനം. എല്ലായ്പ്പോഴും എന്നും മുടങ്ങാതെ ഒരു ഭക്തൻ കൃഷ്ണനെ സ്മരിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നു. ആർക്ക് ഭഗവാൻ സുപ്രാപ്യനാകുന്നുവോ അത് ആ ശുദ്ധഭക്തൻ്റെ സവിശേഷ ഗുണമാണ്. ആരാധനാ പദ്ധതി അനുസരിച്ച് ഭക്തിയോഗികൾ 5 വിധത്തിലുണ്ട്. ശാന്തഭക്തർ നിഷ്പക്ഷഭാവേന അവർ ഭഗവാനെ സേവിക്കും. ദാസഭക്തരാവട്ടെ ദാസനെപ്പോലെ, സഖ്യഭക്തർ സുഹൃത്തിനെ പോലെയും, വാത്സല്യഭക്തർ മാതാപിതാക്കളെ പോലെയും ഭഗവാനെ സ്നേഹിക്കുന്നു. മാധുര്യഭക്തരാകട്ടെ കൃഷ്ണനെ സ്വയം പ്രേമഭാജനത്തെ പോലെ സേവിക്കുന്നു. ഏത് വിധത്തിലായാലും ശുദ്ധഭക്തർ പ്രേമപൂർവം ദിവ്യമായ ഭഗവത് സേവനത്തിൽ നിരന്തരം ഏർപ്പെട്ടുകൊണ്ടിരിക്കും. ഒരിക്കലും കൃഷ്ണനെ വിസ്മരിക്കുവാൻ അവർക്ക് സാധിക്കില്ല. നിമിഷ നേരത്തേക്ക് പോലും ഒരു ശുദ്ധഭക്തന് കൃഷ്ണനെ മറക്കാൻ സാധിക്കില്ല. ഇതുതന്നെയാണ് നമ്മൾ വൃന്ദാവന ലീലകളിലെല്ലാം കാണുന്നത്. ഭഗവാന്റെ കൂട്ടുകാർ, ഭഗവാന്റെ ഗോപികമാർ, അച്ഛൻ, അമ്മ, ഇവരെപ്പോഴും ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സ്മരണയിലിരിക്കുന്ന, ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭക്തരാണ്. അങ്ങനെയുള്ളവർക്ക് ഭഗവാൻ സുപ്രാപ്യനാണ്. അതിനാൽ ഭഗവാനും സ്വഭക്തനെ ക്ഷണനേരം പോലും മറക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നു. ഈ കലിയുഗത്തിൽ ഭഗവാന്റെ പുണ്യനാമമായ ഹരേ കൃഷ്ണ മഹാമന്ത്രം ഭഗവാൻ കൃഷ്ണൻ്റെ അവതാരം തന്നെയാണ്. ഈ പുണ്യനാമം ജപിക്കുന്നതിലൂടെ നമുക്ക് ഭഗവാനുമായി നേരിട്ടൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് ഭഗവാനെ സ്മരിക്കാനുള്ള ഏറ്റവും ഉചിതമായ ഒരു മാർഗം ശ്രീ ചൈതന്യ മഹാപ്രഭു നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ.